സംസ്ഥാനത്ത് ഭരണം നിലച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അതിന് മുൻപ് തന്നെ തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലെ മുൻ KSU ഭാരവാഹികളും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് എതിരായി പരസ്യമായ രംഗത്ത് വന്നു. അതോടുകൂടി മുഖ്യമന്ത്രി പറഞ്ഞത് ഗവൺമെന്റ് പ്ലീഡർ നിയമനം പോലുള്ള ഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങൾ KSU അല്ല തീരുമാനിക്കുന്നത്, മറിച്ച് സർക്കാരാണ്. അതുകൊണ്ട് KSUവിന്റെ ഇക്കാര്യത്തിലെ നിലപാട് തങ്ങൾ തള്ളുന്നു, അതായത് UDF ഭരണകൂടം തള്ളുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ തള്ളുന്നു എന്നാണ് അന്ന് VD സതീശൻ പറഞ്ഞത്. ഇത് KSUവിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. KSUവിന് അകത്ത് തന്നെ ഇതിന്റെ പേരിൽ അലോഷ്യസ് സേവ്യറിന് എതിരായി നിരവധി പ്രവർത്തകരും നേതാക്കളും രംഗത്ത് വന്നു. എന്നാൽ അലോഷ്യസ് സേവ്യർ ഉയർത്തിവിട്ട ആ ഒരു വിഷയം പിന്നീട് ലോയേഴ്സ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ലോയേഴ്സ് കോൺഗ്രസും അലോഷ്യസ് സേവ്യറും പറയുന്നത് ഒരേ കാര്യമാണ്. പ്ലീഡർ നിയമനത്തിൽ മുൻ ABVP-കാരനെയും മുൻ SFI-കാരിയെയുമാണ് പരിഗണിച്ചത്. തങ്ങൾ കൊടുത്ത ലിസ്റ്റ് മുഖ്യമന്ത്രി പരിഗണിച്ചില്ല. അതേസമയം മുഖ്യമന്ത്രി പറയുന്നത് ലോയേഴ്സ് കോൺഗ്രസ് തന്ന ലിസ്റ്റിൽ നിന്നാണ് പ്ലീഡർ നിയമനം നടത്തിയതെന്നാണ്. അങ്ങനെ അവിടെ മുതൽ തുടങ്ങിയ ഭരണ പ്രതിസന്ധി ഇപ്പോൾ തെരുവിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ തുറന്ന പോർമുഖം ഇപ്പോൾ വലിയ തോതിൽ സർക്കാരിനെ ആഞ്ഞുകൊത്തുകയാണ്. മുതിർന്ന നേതാക്കൾ തന്നെ പരസ്യമായി രംഗത്ത് വന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത് KSUവിന് അങ്ങനെ വിഷമമുണ്ട് എങ്കിൽ അത് പരിഹരിക്കേണ്ടതുണ്ട് എന്ന നിലയിലാണ്. അതായത് മുഖ്യമന്ത്രിയെ നേരിട്ട് കുറ്റപ്പെടുത്തുന്നതിന് പകരം KSUക്കാർക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ട് എങ്കിൽ അത് പരിഹരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, താൻ മുൻ KSUവിന്റെ പ്രസിഡന്റ് ആണെന്ന് എന്നുകൂടി KC വേണുഗോപാൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൃത്യമായി VD സതീശന് എതിരായിട്ടുള്ള ഒരു ഒളിയമ്പ് തന്നെയാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് നടത്തിയത്. KSU പ്രസിഡന്റും ഇന്നലെ വലിയ സങ്കടം പറഞ്ഞു, തനിക്ക് വലിയ സങ്കടം ഉണ്ടായി, മുഖ്യമന്ത്രി മൈൻഡ് ചെയ്തില്ല എന്നുമായി ബന്ധപ്പെട്ട് KSUക്കാരെ പാടെ അവഗണിക്കുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? ഞാൻ KSUവിൻ്റെ പ്രസിഡന്റായിരുന്ന ആളാണ്. അപ്പോൾ KSU പ്രവർത്തകർക്ക് സന്തോഷകരമല്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നടന്നിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ എനിക്ക് അവരോട് ഉപദേശിക്കാനുള്ളത്, ഇത്തരം സന്തോഷകരമല്ലാത്ത കാര്യങ്ങൾ പലതും നടന്നാൽ അത് ബന്ധപ്പെട്ട വേദികളിലും അതുപോലെ തന്നെ നേതാക്കളിലും അറിയിച്ചിട്ട് പരിഹരിക്കാൻ അവർ പരിശ്രമിക്കണം എന്നാണ് എനിക്ക് അവരോട് നിർദ്ദേശിക്കാനുള്ളത്. കാരണം ഈ ഗവൺമെൻറ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ മാത്രമല്ല, ജനങ്ങളാകെ പ്രതീക്ഷിച്ച് അധികാരത്തിൽ വന്നൊരു ഗവൺമെൻറ്റാണ്. അത്രയേറെ ബഹുമതി നൽകി തിരഞ്ഞെടുത്തൊരു ഗവൺമെൻറ്റാണ്. ഒരുപാട് പ്രതീക്ഷകൾ ഗവൺമെൻറ്റിലുണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ അലോസരങ്ങൾ ഉണ്ടാകുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അവർക്ക് വിഷമങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ, അതിനകത്ത് അവരെ കുറ്റപ്പെടുന്നില്ല. ആ വിഷമങ്ങൾ പരിഹരിക്കാൻ പാർട്ടി ശ്രമിക്കും. അവരുടെ പ്രശ്നങ്ങളും പരാതികളും ഒക്കെ തന്നെ പരിശ്രമിക്കാൻ പാർട്ടി ശ്രമിക്കും, ഗവൺമെന്റ് ശ്രമിക്കും. KC വേണുഗോപാലിന്റെ അതേ ആരോപണം തന്നെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും എന്ന് പറഞ്ഞത്. KSUക്കാർക്ക് ചില പരാതികളുണ്ട്, ആ പരാതികൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ അദ്ദേഹം പഴിചാരി രക്ഷപ്പെടുന്നത് ആരെയാണ്? ഇടതുമുന്നണിയാണ്. ഇവിടെ ഞങ്ങൾക്ക് യാതൊരു തരത്തിലെ പ്രതിസന്ധിയുമില്ല, ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു. അതേസമയം LDFിലേക്ക് നോക്കൂ, അവിടെ CPIയും CPMും തമ്മിൽ അടി നടക്കുന്നു. രണ്ടുപേരും തമ്മിൽ കണ്ടാൽ മുഖത്തോട് മുഖം നോക്കാത്ത രീതിയിലുള്ള അടിയാണ് പ്രതിപക്ഷത്ത് നടക്കുന്നത്. അങ്ങനെ പ്രതിപക്ഷത്തെ ചാരി ഇപ്പോഴത്തെ ഭരണ പ്രതിസന്ധിയെ അതിജീവിക്കാൻ ശ്രമിക്കുകയാണ് രമേശ് ചെന്നിത്തല. KSUക്കാർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അവർ അഭിപ്രായങ്ങൾ പണ്ടും പറഞ്ഞിട്ടുണ്ട്, അവർ പറയുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കോൺഗ്രസിലില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും CPM തമ്മിലുള്ള തർക്കവും വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിനകത്ത് എന്ത് തർക്കമാണ്? അങ്ങനെ എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതിന് പരിഹരിക്കും. ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇടതുമുന്നണിയിലാണ്. അത് നിങ്ങളത് കാണുന്നില്ലല്ലോ. ഇടതുമുന്നണിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്, മുന്നണി കൂടാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. ഇത്തരം പ്രശ്നങ്ങളൊന്നും കോൺഗ്രസിലില്ല. KSU ആൾക്കാർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പരാതി പരിഹരിക്കും, പരിശോധിക്കും. അത് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുക്കുമെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയൊന്നുമില്ല. ആർക്കും ഞങ്ങളെയൊക്കെ നൂറുകണക്കിന് ആളുകളാണ് അങ്ങനെ അതിന്റെ ഒന്നും അതൊന്നുമില്ല.
മുഖ്യമന്ത്രി എല്ലാവർക്കും കാണാം. ഇപ്പം ഞാൻ ഇവിടുന്ന് രാവിലെ വന്ന് 7 മണി മുതൽ എല്ലാവരും കാണുക. അങ്ങനെ ശരിയായോ? കേസിന്റെ അല്ല KSUക്കാർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അവര് അഭിപ്രായങ്ങൾ പണ്ടും പറഞ്ഞിട്ടുണ്ട്, അവർ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതിന് ചില രീതികളുണ്ട്. അത് മുഖ്യമന്ത്രിയെ കണ്ടവർക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. മുഖ്യമന്ത്രിയെ കണ്ടാൽ കാര്യങ്ങൾ പറഞ്ഞാൽ അത് അദ്ദേഹം ഉൾക്കൊള്ളുമല്ലോ, ഉൾക്കൊള്ളാതിരിക്കില്ലല്ലോ. അത് അദ്ദേഹം മാത്രം ഞങ്ങളൊക്കെ ഉൾക്കൊള്ളുമല്ലോ. ഏതായാലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ യാതൊരു പ്രശ്നവുമില്ല. പ്രശ്നങ്ങൾ കൂടുതലുള്ളത് LDF-ലാണ്. നിങ്ങൾ ആ കാര്യങ്ങൾ ജനങ്ങളോട് പറയും. യഥാർത്ഥത്തിൽ കേരളത്തിൽ കൃത്യമായ ഭരണസ്തംഭനം ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചക്കകം കൃത്യമായ ഭരണസ്തംഭനമുണ്ട്. കാരണം ഈ നേതാക്കൾ എല്ലാവരും തന്നെ, മന്ത്രിമാരടക്കമുള്ള നേതാക്കൾ തെരുവിലാണ്. തെരുവിൽ പരസ്യമായി ഇവർ ഏറ്റുമുട്ടുന്നു, പരസ്പരം ഏറ്റുമുട്ടുന്നു. ഒരു ഇൻവെർട്ടർ കോമയിൽ പറഞ്ഞാൽ KSU എന്ന് പറയുന്ന കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാരിച്ചുകൊണ്ട് ഇവർ നേതാക്കന്മാർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. ഇത് കൃത്യമായി VD സതീശന് എതിരായിട്ടുള്ള ആസൂത്രിത നീക്കം തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. VD സതീശന് എതിരായി കൃത്യമായി KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് നേരത്തെ തന്നെ നമുക്കറിയാമല്ലോ കോൺഗ്രസിൽ സജീവമായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് കോൺഗ്രസിൽ സജീവമായിരുന്നു. ഈ 3 പേർ തമ്മിലായിരുന്നല്ലോ മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള കടിപിടി. ആ കടിപിടി ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് ഈ പറയുന്ന KSUക്കാരെ മുൻനിർത്തിക്കൊണ്ടുള്ള ഈ 3 നേതാക്കളുടെയും നീക്കങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നു. KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനെ പോലുള്ള ഒരു വിഭാഗം, രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന മറ്റൊരു വിഭാഗം, VD സതീശനെ പിന്തുണയ്ക്കുന്ന മറ്റൊരു വിഭാഗം എന്നിങ്ങനെ 3ആയി KSU പിരിഞ്ഞിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയായി യൂത്ത് കോൺഗ്രസ് പിരിഞ്ഞിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് വേണം ഈ മുതിർന്ന 3 നേതാക്കളെ ചുറ്റിപ്പറ്റിയുള്ള വലിയ തോതിലെ ആരോപണങ്ങൾ. അവർ നേരിട്ട് തന്നെ വന്ന് ആരോപണം ഉന്നയിക്കുന്നു. അതായത് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും നേരിട്ട് വന്ന് VD സതീശനെ പരോക്ഷമായി ആക്രമിക്കുമ്പോൾ അവിടെ VD സതീശൻ മൗനം പാലിക്കുകയാണ്. ഇതിനൊന്നും തന്നെ VD സതീശൻ ഇതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൃത്യമായ മറുപടി പറയാതെ അദ്ദേഹം വളരെ വിദഗ്ധമായി ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. അവിടെ വിവാദം പുകയട്ടെ, പക്ഷേ ഇവിടെ താൻ സുരക്ഷിതനാണ് എന്ന നിലയിൽ VD സതീശൻ തൻ്റെ സ്ഥാനം കൃത്യമായി തന്നെ ഉറപ്പിക്കുന്നു, മൗനം കൊണ്ട് ഉറപ്പിക്കുന്നു. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ള ഭരണസ്തംഭനമാണ്. പാർട്ടിക്കുള്ളിലെ ഈ ആഭ്യന്തര കലാപം തെരുവിലേക്ക് നീങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കേരളത്തിലെ ഭരണസ്തംഭനമാണ്. ഒരാഴ്ചയായി ഈ നേതാക്കൾ എല്ലാവരും തന്നെ തെരുവിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. പാർട്ടിയെയും ഭരണത്തെയും ഏകോപിപ്പിക്കാൻ തക്ക വിധം KPCC പുനഃസംഘടിപ്പിച്ചിട്ടില്ല. KPCCയുടെ അധ്യക്ഷൻ ഇപ്പോഴും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പാർട്ടിയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ഭരണത്തെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഒരിടത്ത് പവർ കട്ടും വൈദ്യുത പ്രതിസന്ധിയും മൂലം അദ്ദേഹം എന്ത് ചെയ്യണമെന്നറിയാതെ സണ്ണി ജോസഫ് കുഴങ്ങി നിൽക്കുന്നു. ഇവിടെ പാർട്ടി വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. ആ പാർട്ടിയെ തിരുത്താൻ തൻ്റെ കയ്യിൽ എന്തെങ്കിലും ഫോർമുലയുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് സണ്ണി ജോസഫിന് പറയാനുള്ളത്. അങ്ങനെ സണ്ണി ജോസഫ് 2 പ്രതിസന്ധിയിൽ കിടന്ന് ഉരുളുകയാണ്. ഒരു വശത്ത് കരണ്ട് കട്ട് പോലുള്ള വലിയ പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കാമെന്നറിയാതെ അദ്ദേഹം കുഴങ്ങുന്നു. മറുവശത്ത് പാർട്ടിയെ നിയന്ത്രിക്കാനാവാതെ അദ്ദേഹം കുഴങ്ങുന്നു. KPCC പുനഃസംഘടന എന്നുണ്ടാകും എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. കാരണം രാഹുൽ ഗാന്ധി വന്നെങ്കിൽ മാത്രമേ ഇതെല്ലാം തന്നെ പരിഹരിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ തന്നെ ഏതാണ്ട് 1 ഡസനിലധികം പേരാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കിടന്നിടിക്കുന്നത്. അതുകൊണ്ട് ഭരണത്തെയും പാർട്ടിയെയും ഏകോപിപ്പിക്കാനുള്ള ഒരു സംവിധാനം നിലവിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഭരണസ്തംഭനം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അതിൽ യാതൊരു തെറ്റുമില്ല. കാരണം നേതാക്കൾ എല്ലാവരും തന്നെ തെരുവിലാണ്. അങ്ങനെ തെരുവിൽ കിടന്നടിക്കുമ്പോൾ ഭരണത്തെ ആര് കോർഡിനേറ്റ് ചെയ്യും?
കോർഡിനേറ്റ് ചെയ്യേണ്ടത് KPCC അല്ലേ? അങ്ങനെ KPCCക്ക് കൃത്യമായിട്ടുള്ള ഒരു പുനഃസംഘടന ഉണ്ടായിട്ടില്ല. അതെന്നുണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ പാർട്ടി ഒരു വഴിക്ക്, ഭരണം ഒരു വഴിക്ക്, ഭരണത്തെ നിയന്ത്രിക്കേണ്ടവർ തന്നെയാണ് തെരുവിൽ ഇപ്പോഴുള്ളത്. അങ്ങനെ കൃത്യമായി കേരളത്തിലൊരു ഭരണസ്തംഭനം ഉണ്ടായിരിക്കുന്നുവെന്ന് നമുക്ക് സംശയലേശമന്യേ പറയാൻ കഴിയും. കാരണം ഇത്തരത്തിൽ വലിയ കൂട്ടയടി നടക്കുമ്പോൾ എന്ത് ചെയ്യാനാണ് എന്ന് പരസ്പരം ചോദിക്കുകയാണ് മന്ത്രിമാർ. ഇവരെ ഏകോപിപ്പിക്കാൻ, ഘടകകക്ഷികളടക്കം ഏകോപിപ്പിച്ചുകൊണ്ട് UDFന്റെ ഒരു മീറ്റിംഗ് കൂടാനോ, എന്തെല്ലാമാണ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, എന്തെല്ലാം നടപടിയെടുക്കണം, വൈദ്യുതി പ്രതിസന്ധിക്കുള്ള പരിഹാരം എന്താണ്, ടാറ്റ ഗ്രൂപ്പുമായി ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾക്ക് മറുപടി എന്താണ്, തുടങ്ങിയിട്ടുള്ള നിരവധി വിഷയങ്ങളാണ് സർക്കാരിന് മുന്നിലുള്ളത്. അതൊന്നും തന്നെ പരിഹരിക്കപ്പെടാതെ ഇങ്ങനെ തോന്നിയതുപോലെ നടക്കുകയാണ്. ഘടകകക്ഷികൾ ഒരു ഭാഗത്ത്, കോൺഗ്രസിൽ ഈ പറയുന്ന പരസ്യമായ ചേരിപ്പോര്, KSU കൊളുത്തിവിട്ട ആ ചേരിപ്പോര് മുതിർന്ന നേതാക്കൾ ഏറ്റെടുത്ത് അവർ തെരുവിൽ കിടന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നു. അങ്ങനെ സംഘടനാ തലത്തിലും ഭരണതലത്തിലും വലിയ പ്രതിസന്ധിയാണ് UDFലും കോൺഗ്രസിലും ഉരുണ്ടുകൂടിയിരിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.